രാവിലെ ഗാർഡനിലൂടെ നടന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം മേടിച്ച കൊക്കോപീറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ അത് കുറച്ചെടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് ആ സമയം കൊണ്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മുന്തിരിയുടെ ഇലകളെല്ലാം നന്നായി കൊഴിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ തലേ ദിവസം മഴ കൂടെ പെയ്ത കാരണം കുറച്ചുകൂടി അധികം ഇലകൾ കൊഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം തൂത്ത് ക്ലീൻ ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമ്മുടെ കൊക്കോപീറ്റ് വെള്ളത്തിലിട്ടത് ഒന്ന് കുതിർന്ന് റെഡിയായി വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ചെടികൾ നടാനുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റുകളിൽ ഒന്നാണ് മണി പ്ലാന്റ് കേട്ടോ. മണി പ്ലാന്റ് ഇങ്ങനെ ഉള്ളിലായാലും പുറത്തായാലും നടുമ്പോൾ അതിൻ്റെ ആ വളർച്ച ഭയങ്കര ഇഷ്ടമാണ്. അത് ആ പ്ലാന്റിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട്. എന്നാൽ ഈ കാണുന്ന മണി പ്ലാന്റ് കുറച്ച് സമയം എടുത്തിട്ട് മാത്രമേ ഗ്രോ ചെയ്യാറുള്ളൂ കേട്ടോ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ നട്ടിട്ട് അത്ര കണ്ട് അങ്ങോട്ട് നന്നായിട്ട് വേഗത്തിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനത് കുറച്ച് നാളുകളായിട്ട് നട്ട ഒരു ചെറിയ ഒരു ലീഫിൽ നിന്നുണ്ടായ ഒരു പ്ലാന്റ് നന്നായിട്ട് വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇലകൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ വേരുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇലകളായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് പിടിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കൊക്കോപീറ്റ് കുതിർത്ത് വെച്ചതും കൂടി മിക്സ് ചെയ്തിട്ട് വളവും മണ്ണും ഒക്കെ ചേർത്ത് ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു പോട്ടിംഗ് മിക്സൊക്കെ റെഡിയാക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടുന്നത്. ചെറിയ ഇലകൾ കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ വേരും ഉണ്ടാവും. അപ്പോൾ അത് ചെടിച്ചട്ടിക്ക് ചുറ്റും നട്ടിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി വേഗം തന്നെ പുതിയ പുതിയ പ്ലാന്റുകളായി വരുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ നടുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചട്ടി നിറയെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പുറത്ത് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ദേ ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഞാൻ വിത്തുകളെല്ലാം പാകി കിളിപ്പിക്കാനായിട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഷെയ്ഡ് ആവശ്യമുള്ള പ്ലാന്റ് എല്ലാം ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും വെച്ച്